ഹേ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങളുടെ കോളേജ് ജീവിതത്തിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ഇല്ല, കാരണം ഞങ്ങളുടെ കോളേജ് ജീവിതം കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എക്സാമും കാര്യങ്ങളും അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങളുടെ ഫെയർവെല്ലും ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കോട്ട് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലേ. അപ്പൊ നമ്മൾ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മിനി ഓഡിറ്റോറിയത്തിലേക്ക് വിട്ട്. ഇവിടെയാണ് നമ്മുടെ ഫെയർവെൽ നടക്കുന്നത്. ഈ ഫെയർവെൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് എന്ന ഫെയർവെൽ ആണ്. ഇവിടെയാണെങ്കിൽ ഈസി ഡിപ്പാർട്ട്മെന്റിലെയും നമ്മുടെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും മൂവ്മെന്റോ തരൽ ചടങ്ങായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ മൂവ്മെന്റോ വെച്ച് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് തരുന്ന ഫെയർവെല്ലിലേക്ക് വിട്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഫുൾ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരന്ന് ഞങ്ങൾക്ക് വേണ്ടി കുറെ ടാസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിന് ഫെയർവെൽ കൊടുത്താണ് ഓർമ്മയിരിക്കുന്നത്. കാരണം അത് എത്ര പെട്ടെന്ന് സമയം പോയെന്ന് തന്നെ അറിഞ്ഞില്ല ഞങ്ങൾ ആരും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെ കുറച്ച് പേരാണ് ഞങ്ങളുടെ 4 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ കോളേജിലുള്ള ഷെയർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫെയർവെൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഫണ്ണി ഫോട്ടോസ്, നമ്മൾ പോയ ട്രിപ്പിന്റെ ഫോട്ടോസ് ഒക്കെ അവരുടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ അടുത്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിന് വേണ്ടി ഒരു ഫെയർവെൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസേഴ്സിനെ ഒക്കെ വിളിച്ച് ചെറിയൊരു ഫെയർവെൽ. സത്യം പറയില്ല, എത്ര പെട്ടെന്നല്ലേ ടൈം പോകുന്നത്. ഞാൻ അതിലൂടെ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞ്. ഞങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസേഴ്സ് ആയ പ്രീണാമി സാറിനും ജ്യോതിഷൻ സാർ അതിലും ലെവിൻ സാർ അതിലും ഞങ്ങളെ പൊന്നുപോലാണ് നോക്കിയത് ഈ 4 വർഷം. പിന്നെ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. കാരണം ഇവൻച്വലി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വന്തം ഗോൾസും ഫ്യൂച്ചറും ബിൽഡ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അറ്റ് സം പോയിന്റ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സെപ്പറേറ്റ് വേസ് പോയേ പറ്റൂ. അതാണ് ലൈഫ്. ഇനി അടുത്ത ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം. അതാണ് ഏറ്റവും വലിയ പണി.